ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ഈ ഈശോയുടെ നാമത്തിൽ ഞാൻ നേരുകയാണ്. ഇന്നത്തെ നിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ വളർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പൗലോസ്ലീഹായോട് ഈശോ പറയുന്നുണ്ടല്ലോ, നിനക്കെൻ്റെ കൃപ മതി. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെട്ട വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. വചനം അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് മറിയത്തെ അഭിസംബോധന ചെയ്തതാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെട്ട വ്യക്തി. നീ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കാൻ പറ്റുക? എങ്ങനെ നിൻ്റെ ജീവിതത്തെ അഭിഷേകം നിറഞ്ഞാക്കാൻ പറ്റുക? അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഈ കൃപയാൽ നിറയപ്പെടാൻ വേണ്ടി നീ അനുദിനം പ്രാർത്ഥിക്കണം. നിൻ്റെ ജീവിതത്തെ നീ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കണം. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിൻ്റെ കൃപയുടെ കീഴിലേക്ക് ഈ വ്യക്തിയെ വിട്ടുവരുന്നു. ഈശോയെ, നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. എപ്പോഴും നിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുവാനുള്ള ഒരു ചൈതന്യം ഈ വ്യക്തിയെ നൽകണമേ. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളും നിൻ്റെ കരുത്തുറ്റ അനുഗ്രഹത്തിൻ്റെ കരം ഈ വ്യക്തിയോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.